യെസ്, ന്യൂസ് മോർണിംഗിലേക്ക് തിരികെ എത്തുമ്പോൾ ജിൽസി വീണ്ടും മഴ വാർത്തകളിലേക്കാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല മഴ, ഇടുക്കി നെടുങ്കണ്ടത്തടക്കം നല്ല മഴയാണ്. മാത്രമല്ല അവിടെ നിന്ന് ചില മഴക്കെടുതികൾ കൂടെ വരുന്നുണ്ട് അല്ലേ? എഴുകും വയലിൽ കനത്ത മഴയിൽ ഭൂമി ഒലിച്ചുപോയി. 1/2 കിലോമീറ്ററോളം ഭൂമി ഒലിച്ചുപോയി. 3 ഏക്കറിലധികം കൃഷിഭൂമി നശിച്ചു. ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും 2018 പ്രളയത്തിൽ ഒലിച്ചുപോയ കുട്ടൻകവല മലർവാടിപ്പടി റോഡിൻ്റെ സമീപത്തായിട്ടാണ് ഈ അപകടവും ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി ബന്ധപ്പെട്ടവർ ഈ മേഖലയിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിച്ച് കൃഷി നശിച്ചവർക്ക് അടിയന്തര സഹായവും റോഡ് ബാക്കി ഇടിഞ്ഞ് നശിക്കാതിരിക്കാനുള്ള നടപടികളും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, എന്താണ് സംഭവിച്ചത്? നിലവിൽ വലിയ നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെ വിവരങ്ങൾ? ഇത് ഇന്നലെ രാത്രി ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് നെടുങ്കണ്ടം ഭാഗത്തൊക്കെ രാത്രി നിർത്താതെ പെയ്തിരുന്നു. ഈ മഴയുടെ ഫലമായിട്ടാണ് എന്ന് പറയപ്പെടുന്നു. എഴുകുമ്പയിൽ സമീപം ഏതാണ്ട് ഒരു 3/4 കിലോമീറ്ററോളം നീളത്തിൽ ഭൂമി മണ്ണ് കല്ലുമടക്കം ഒലിച്ചു പോയിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ സാധാരണ സംഭവിക്കുന്ന മട്ടിലാണ് ഈ ഒലിച്ചു പോയിട്ടുള്ളത്. എന്നാൽ ഇത് ഉരുൾപൊട്ടൽ എന്ന് പറയാൻ കഴിയില്ല, അതിന്റെ അത്ര വ്യാപ്തി ഇല്ല. ഏതാണ്ട് 3 ഏക്കറോളം കൃഷിഭൂമി ഇങ്ങനെ ഒലിച്ചുപോയി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടിയാണിക്കൽ സണ്ണി, ചെമ്മരപ്പള്ളി അനീഷ് എന്നിവരുടെ കൃഷിഭൂമിയാണുള്ളത്. കുരുമുളകും ഏലവും കാപ്പിയും ഒക്കെ കൃഷി ചെയ്തിരുന്ന ഭൂമിയാണ് ഒലിച്ചു പോയിട്ടുള്ളത്. വലിയ നഷ്ടം കർഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തൊട്ടടുത്തുള്ള എഴുകുംവയൽ കുട്ടൻകവലയിലേക്ക് പോകുന്ന റോഡ് വലിയ അപകടാവസ്ഥയിലാണ് ഈ മണ്ണൊലിച്ചു പോയതിനെ തുടർന്ന്. 2018 ഇതിന് തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സമീപവാസികളടക്കം വലിയ ആശങ്കയിലാണ്. ഏതായാലും നിലവിൽ അവിടെ എത്തി ആർക്കും തന്നെ പരിക്കുകളില്ല, മറ്റ് കാര്യങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷെ കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്, കർഷകർക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മറ്റ് അധികൃതർ, ജിയോളജി വകുപ്പ് അടക്കം അവിടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ അറിയുന്നത്. ജിൽസി.